ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഡ് ഹിന്ദിയിലെ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് ഇതാണ്: ഹിന്ദി ഭാഷ ഉദ്ഭവ് ഓർ വികാസ്. അപ്പോൾ ഹിന്ദി ഭാഷയുടെ വികാസ് ക്രം അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, ഇത് കാറ്റഡ് ഹിന്ദി. ഇപ്പോൾ നിങ്ങൾ കാറ്റഗറി 3 കാറ്റഗറി 4 യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാറ്റഗറി 3യുടെ ഒരു സിലബസ് നോക്കിയപ്പോൾ കിട്ടിയ ആ ഒരു ഓർഡറിലാണ് ഇനി നമ്മളുടെ കുറച്ച് വീഡിയോസ് വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കാറ്റഗറി 4 നമ്മൾ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് വീഡിയോസ് ഉള്ളതുണ്ട്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആക്കിയിട്ട് 3 കൂടി ഒരെണ്ണം ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെയാണ്. സോ എനിവേസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നോട്ട് ഓൾറെഡി ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തതാണ്, ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. ഇപ്പം നിങ്ങളുടെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തായതുകൊണ്ട് നോക്കിയാലും മതി. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹിന്ദി ഭാഷ ഉദ്ഭവ് ഓർ വികാസ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഹിന്ദി എന്ന് പറയുന്ന ഒരു ആധുനിക് ആര്യഭാഷയാണ്. ഓക്കെ, അതായത് ആര്യോം കി മൂൽ ഭാഷ സംസ്കൃത്, അതിൽ നിന്നാണ് ഹിന്ദി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഹിന്ദി ആയത്, ആ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു വികാസ് യാത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആര്യഭാഷയിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഫോൾ വരുന്നത് ആര്യഭാഷയുടെ ഡെവലപ്മെൻ്റ് ആണ്. അതിൽ നിന്ന് എങ്ങനെ ഹിന്ദി ഫോം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ആര്യഭാഷേനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആര്യഭാഷയുടെ വികാസ് ക്രമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ പ്രാചീന ആര്യഭാഷ വരുന്നുണ്ട്, മധ്യകാലീന ആര്യഭാഷ വരുന്നുണ്ട്, മൂന്നാമത്തേത് ആധുനിക് ആര്യഭാഷ. ഈ 3 വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഇതിൽ ആധുനിക് ആര്യഭാഷ, അതിലാണ് ഹിന്ദി വരുന്നത്. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്ന പ്രാചീന ആര്യഭാഷയിൽ നിന്നാണ്. ഏകദേശം അതിൻ്റെ കാലക്രമം എന്ന് പറയുന്നത് 2000 ഈസ്വി പൂർവ് സെ 500 ഈസ്വി പൂർവ് തക്. ഇതാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ്. ഓക്കെ, അതുപോലെ തന്നെ പ്രാചീന ആര്യഭാഷേനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കാലഘട്ടത്തിലായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഫോം ചെയ്തത് വൈദിക് സംസ്കൃതമാണ്. അത് 2000 ഈസ്വി പൂർവ് സെ 1000 ഈസ്വി പൂർവ് തക്. അതാണ് വൈദിക് സംസ്കൃതിൻ്റെ കാലഘട്ടം. അതിന് ശേഷമാണ് ലൗകിക് സംസ്കൃതം, അതായത് 1000 ഈസ്വി പൂർവ് സെ 500 ഈസ്വി പൂർവ് തക്, ലൗകിക് സംസ്കൃതം. ഓക്കെ, ഇതാണ് പ്രാചീൻ ആര്യഭാഷയിൽ വരുന്നത്. അപ്പോൾ ഹിന്ദിയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ വൈദിക് സംസ്കൃതത്തിൽ നിന്ന് തുടങ്ങുന്നു, പിന്നീട് ലൗകിക് സംസ്കൃതം. അപ്പോൾ ഇങ്ങനെ ഒരു ആരോ ഇട്ട് നമുക്ക് എഴുതാതെ. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത ഇതിലേക്ക് മധ്യകാലീൻ ആര്യഭാഷ. ഓക്കെ, അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 500 ഈസ്വി പൂർവ് സെ 1000 ഈസ്വി തക്. ഓക്കെ, 1000 ഈസ്വി തക് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ലൗകിക് സംസ്കൃതം നിർത്തിയത് 500 ഈസ്വി പൂർവ് തക്ക് എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തിയത്. അപ്പോൾ മധ്യകാലീൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് 500 ഈസ്വി പൂർവ് സെ 1000 ഈസ്വി തക്ക്. അതിനെ തന്നെ നമ്മൾ 3ആയിട്ട്, അതിൽ തന്നെ നമുക്ക് 3 വകഭേദം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്: പാലി, പ്രാകൃത്, അപഭ്രംശ. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് പാലിയാണ്. 500 ഈസ്വി പൂർവ് സെ ഈസ്വി സംഖ്യ ആരംഭത്തക്, അതായത് ഈസ്വി സതി ആരംഭിക്കുന്നത് വരെ, അതാണ് പാലിയുടെ ഒരു ടൈം പീരീഡ്. അതിനുശേഷമാണ് പ്രാകൃത്, അതായത് ഈസ്വി സംഖ്യ ആരംഭ സെ 500 ഈസ്വി തക്. ഓക്കെ, അതാണ് പ്രാകൃത്. അതിനുശേഷം ഫോം ചെയ്തതാണ് അപഭ്രംശ തഥ അവഹഡ്. അതിൻ്റെ ഒരു ടൈം പീരീഡാണ് 500 ഈസ്വി സെ 1100 ഈസ്വി തക്, മീൻസ് 500 ഈസ്വി സെ 1100 ഈസ്വി തക്. ഓക്കെ, അതാണ് മധ്യകാലീൻ ആര്യഭാഷ. നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നീട് ഫോം ചെയ്താണ് ആധുനിക ആര്യഭാഷ. ഇതിൽ നിന്ന് മധ്യകാലീന ആര്യഭാഷയിൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ നിർത്തിയത് അപഭ്രംശ അവഹഡ്, അതിന് ഡെവലപ്മെൻറ്റ് വന്നിട്ട് ഫോം ചെയ്തതാണ് ആധുനിക് ആര്യഭാഷ. അതിൽ വരുന്നതാണ് ഹിന്ദി, ബംഗ്ല, ഒഡിയ, മറാഠി, ഗുജറാത്തി, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1100 ഈസ്വി സെ അബ് തക്, 1100 ഈസ്വി മുതൽ ഇപ്പോൾ വരെയാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് കണക്കാക്കുന്നത്. അതിനകത്ത് ഹിന്ദി ഒരു ആധുനിക് ആര്യഭാഷയാണ്, അതുകൂടി ഓർത്തിരിക്കുക. ഇനി അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് നടന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹിന്ദിയുടെ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അതിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദിക്ക് വികാസ് കോ 3 ചരണോമേ ബാട്ടാ ജാത്താ ഹൈ. പിന്നീട് നടന്ന ഹിന്ദിയുടെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹിന്ദിക്ക് വികാസിനെ നമ്മൾ 3ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്: പ്രാചീൻ ഹിന്ദി, മധ്യകാലീൻ ഹിന്ദി, ആധുനിക് ഹിന്ദി. അതിനകത്ത് പ്രാചീൻ ഹിന്ദി എന്ന് പറയുന്ന 1000 ഈസ്വി സെ 1350 വരെയാണ് പ്രാചീൻ ഹിന്ദി വരുന്നത്. മധ്യകാലീൻ ഹിന്ദി ആകുമ്പോൾ 1350 മുതൽ 1850 വരെ. ആധുനിക് ഹിന്ദി ആകുമ്പോൾ 1850 മുതൽ ഇപ്പോൾ വരെ, അതാണ് ആധുനിക് ഹിന്ദി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ
ഓക്കെ, ദാറ്റ്സ് ഇനഫ്. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഇവിടെ തീർന്നില്ല, കാരണം കുറച്ചുകൂടി പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോട്ട്സ് ഇത്രയാണ് പ്രിപ്പയർ ചെയ്തത്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഹിന്ദി ഭാഷയുടെ വികാസ്, അതിനു മുമ്പ് ആര്യഭാഷയുടെ വികാസ്ക്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതെങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ ആര്യഭാഷയുടെ വികാസ്ക്രം. അതിനകത്ത് വരുന്നതാണ് പ്രാചീന ആര്യഭാഷ, മധ്യകാലീന ആര്യഭാഷ, ആധുനിക ആര്യഭാഷ. ഓക്കെ, അത് ക്ലിയർ ആയി കാണും. ഇനി നമ്മൾ ഓരോ ഡിവിഷനകത്തും ഇപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഹിന്ദിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയുടെ ഡെവലപ്മെൻറ്റ് വന്ന വൈദിക് സംസ്കൃത്. ഓക്കെ, ഇതിൽ ഓരോ സ്പെസിഫൈ ചെയ്ത് പറയുക. വൈദിക് സംസ്കൃത്, ലൗകിക് സംസ്കൃത്, അതിനുശേഷം പാലി, പ്രാകൃത്, അപഭ്രംശ്, അവഘട്ട്, പിന്നീട് ഹിന്ദി എന്ന് പറയാം. അല്ലെങ്കിൽ ഓക്കെ, ഹിന്ദി എന്ന് പറയണ്ട, അപഭ്രംശ് കഴിഞ്ഞ് അവഘട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ളത് പ്രാചീൻ ഹിന്ദി, മധ്യകാലീൻ ഹിന്ദി, ആധുനിക് ഹിന്ദി. കാരണം ഹിന്ദിയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഈ രീതിയിൽ. പ്രാചീൻ ഹിന്ദി, മധ്യകാലീൻ ഹിന്ദി, ആധുനിക് ഹിന്ദി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. അപ്പോൾ ഹിന്ദിയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഇതൊരു പക്ഷേ നിങ്ങളിങ്ങനെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അറിയായിരിക്കും. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം മുതൽ സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, PYQസിലൊക്കെ പറഞ്ഞു പോയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ പിന്നെ എന്താണ്, ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം കൂടി ആയിരിക്കും എക്സാമിന് കാണത്തുള്ളൂ, ഒരു മാസം ഇല്ല ഇനിയിപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നോട്ട്സൊക്കെ ഉണ്ട്, അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷന്. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ഓക്കെ, ബൈ.